അപ്പോൾ കുറേ നാളായി ഞാനങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറില്ല. ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ മാത്രം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന യൂട്യൂബിലൊന്ന് തള്ളിക്കുഴച്ചേക്കുന്നത്. അപ്പോൾ ഈ അടുത്തിടയിൽ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ രീതിയിൽ എന്താ പറയുക, കുറേ കാക്കാമാർ, ഏതോ ഒരു കാക്ക എന്താ മെഹൂർ എന്താ മന്തിക്കടയുടെ മുന്നിൽ നമ്മുടെ പരസ്യം, നമ്മുടെ വിഷുവിൻ്റെ സമയത്ത് ഉണ്ണിക്കണ്ണനെയൊക്കെ വെച്ചിട്ടൊരു മന്തിയുടെ പരസ്യം വെച്ചത് ഭയങ്കര വിവാദമായി. അയാൾ സോറി പറഞ്ഞു. അപ്പം അയാളിപ്പോൾ വലിയ സോറി പറയേണ്ട കേസുകെട്ടുകളൊന്നും എനിക്ക് വലിയ തോന്നുന്നൊന്നുമില്ല. കാരണം എത്രയോ പേരുടെ ഹിന്ദുക്കളുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെച്ചിരിക്കുന്നു അന്ന് വിഷുവിന്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. സ്വന്തം വീട്ടിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ബാക്കി പുറത്ത് ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കേസുകെട്ടുകളൊന്നുമില്ല. അത് അവരുടെ ഒരു സ്ഥാപനമാകുമ്പോൾ അവർക്ക് അതിന് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി റംസാന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു പന്നിയും പോർക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻസിന് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇതിന് മാത്രം വലിയ തുള്ളി കളിക്കേണ്ട കേസുകെട്ടുകളൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. അപ്പോൾ സ്വന്തം വീട്ടിലുണ്ടാക്കുക. അപ്പം ഞങ്ങൾ പാറ സൈഡിലൊക്കെ ഉള്ള ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷു എന്ന് പറയുന്ന ഓണം പോലെയല്ല. ഞങ്ങളുടെ വിഷുവിൻ്റെ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പന്നിയൊക്കെ കൊല്ലും. അപ്പോൾ നമ്മൾ നല്ല പന്നിയിറച്ചിയൊക്കെ കൂട്ടിയിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് വെജിറ്റേറിയൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അന്ന് നല്ല പന്നിക്കറിയും കൂട്ടി നല്ല കഴിക്കുന്നവരുണ്ട്. പിന്നെ ചിലരുണ്ട് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാട്ടിലെ കുറേ മനുഷ്യർ. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലെന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ല പിന്നെ